സവാള ബന്ദികൾ പറഞ്ഞു ഹമാസിനെ കുറിച്ചിട്ട് എന്താ പറഞ്ഞത്? ചുംബനം കൊടുത്തിട്ടാണ് ആ ബന്ദികൾ പോരുന്നത്. അവിടുത്തെ ഹിബ്രു ഭാഷയിൽ അവർ പറഞ്ഞു, ഞങ്ങളെ സഹോദരന്മാരെ ഞങ്ങളെ പോറ്റി, ഞങ്ങൾക്ക് നല്ല ഭക്ഷണം തന്നു, ദിവസവും ഞങ്ങളെ ഡോക്ടർ വന്ന് പരിശോധിക്കും, നഴ്സുമാരോട് പരിഗണന, സന്തോഷമായിരുന്നു, കരഞ്ഞുകൊണ്ടാ വിരിഞ്ഞത് ആ ബന്ദികൾക്ക് കൊടുത്തത്. ഉദ്ദേശമൊക്കെ മനസ്സിലായി, എന്നാൽ ഒന്നുകൂടി വ്യക്തമായി പറയാം. നിങ്ങളിപ്പോ നേരത്തെ ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചല്ലോ. കാർഗിൽ പോരാടിയ നമ്മുടെ ധീരരായിട്ടുള്ള ഇന്ത്യൻ സൈനികർ, അവർക്ക് വേണ്ടി എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല? ഞാൻ കേട്ടതാ. കാശ്മീർ പണ്ഡിറ്റുകൾ, അവർക്ക് വേണ്ടി എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല? അവിടെയാണ് ഇത് മനുഷ്യത്വത്തിന്റെ പ്രശ്നമല്ല, മതത്തിന്റെ പ്രശ്നമാണ് എന്ന് നമുക്കൊക്കെ മനസ്സിലാവുന്നത്. കയ്യിന്ന് പോയടാ ചാർലി. ഇപ്പൊ ഇവിടെ ഒരു 20 മിനിറ്റ് നേരം മറ്റേ ഗുരുമൂർത്തി എന്ന പാനലിസ്റ്റ് ഇവിടെ സംസാരിച്ചല്ലോ. അത് ഏതൊക്കെ വഴിക്ക് പോയി, കാശ്മീരിൽ പോയി, അവിടെ പോയി, മലപ്പുറത്ത് വന്ന് ഇവിടെ പൂക്കോട്ടൂരൊക്കെ തിരിഞ്ഞു കളിച്ച് അല്ലേ, എന്തെല്ലാം പറഞ്ഞു. ഇങ്ങനെ ഖുർആന്റെ വിമർശനം, വിശുദ്ധ ഖുർആനിലെ ആളെ ജൂതനെയും ക്രിസ്ത്യനെയും കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ കാലത്തേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഖുർആനിലെ ഓരോ ആയത്തുകളും ഓരോ സന്ദർഭങ്ങളിൽ ഇറങ്ങിയതാണ്. അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. മുഹമ്മദ് എന്ന പ്രവാചകൻ ചോദിക്കുമായിരുന്നു, എന്നെ ആക്രമിക്കുന്നു, എന്നെ വിടാതെ പിടിയും, ഞാൻ എന്ത് ചെയ്യണം? വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു, രക്ഷപ്പെടാൻ പറയുന്നു. അല്ല ഈ ഗുരുമൂർത്തി ഇത്ര പറഞ്ഞപ്പോ ഉണ്ടാവുത്തരുന്നല്ലേ നിങ്ങള്? അപ്പൊ ഖുർആനെ കുറിച്ച് ഇങ്ങനെ ഒരു വിമർശനം വന്നാൽ എനിക്ക് പറയാനുള്ളത് എന്താ? ഞാനൊരു ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരു മുസൽമാനാ. എനിക്ക് മറുപടി വരാൻ അവസരം തരില്ലെങ്കിൽ അത് പ്രേക്ഷകരറിയും. അല്ലെ ഉമ്മാടി ചോദ്യം ചോദിക്കാൻ പാടില്ല. ഇവിടെ പലസ്തീന വിഷയം ഖുർആനാണ് മാറ്റി വെക്കുന്നത് പറയണം ആ ഗുരുമൂർത്തിനോട്. അയാൾ ഇത്ര പറഞ്ഞ അവസ്ഥക്ക് നിങ്ങൾ എനിക്കതിന് മറുപടി തരാൻ നിങ്ങൾ ബാധ്യസ്ഥ അല്ല, സമയം തരാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. നിങ്ങൾക്ക് വേണം മൈക്ക് ഓഫ് ആക്കിയാൽ പോകാം. പക്ഷെ ഞാനത് പറയും, ഞാൻ വളരെ ഗുരുമൂർത്തി പറഞ്ഞ ഈ കാര്യത്തിൽ മറുപടി കൊടുക്കേണ്ട ബാധ്യത ഞാൻ പറയും എല്ലാത്തിനും. നിങ്ങളിപ്പോ അവതാരകനടക്കം നിങ്ങൾ 3 ആളും 4 പേരോ ഞാൻ എന്താണ് ഞാൻ ഇവിടെ യുദ്ധം ചെയ്യുന്നത്, അത് മനസ്സിലാക്കണം നിങ്ങള്. ഞാൻ ഈ ഖുർആനെ കുറിച്ച് ഇയാളെ പറഞ്ഞ കാര്യം വളരെ വേഗത്തിൽ 2 മിനിറ്റോടെ ഇയാൾ മറുപടി പറയാം. അതൊന്നും നിങ്ങൾ കേൾക്കൂ. പ്രവാചകൻ ദൈവത്തോട് ചോദിച്ചു, എനിക്ക് യുദ്ധം ചെയ്ത് പരിചയമില്ല, യുദ്ധത്തിൽ എന്തൊക്കെയാണ് സമീപനിക്കേണ്ടത് എന്നത് ചോദിച്ചപ്പോൾ ഖുർആനിലെ ഓരോ ആയത്തായിട്ട് ഇറങ്ങി. സ്ത്രീകളൊന്നും ചെയ്യാൻ പാടില്ല, കുട്ടികളൊന്നും ചെയ്യാൻ പാടില്ല. ഖുർആൻ മുഹമ്മദിനെയും ശത്രുക്കളെയും വിശ്വാസികളും അവിശ്വാസികളും എന്ന രീതിയിലാണ് വിളിച്ചത്. അവിടെ ഹിന്ദുക്കളൊന്നുമില്ല. ഇവിടെ ഈ സൗദി അറേബ്യയില് അവിടെ ഇസ്ലാം സ്വീകരിച്ചവരെ വിശ്വാസികളായിട്ടും സ്വീകരിക്കാത്ത ഖുറൈശി പടയെ അവിശ്വാസികൾ എന്ന് വിളിച്ചു. എല്ലാ ക്രിസ്ത്യാനികൾ ജൂതകളൊന്നുമല്ല. എന്നിട്ട് യുദ്ധ നിയമം എന്താണ്? ആദ്യം അരന്റെ കീഴ്പ്പെട്ട് വെട്ടണം. അവിശ്വാസികളെ കണ്ടാൽ എന്ത് ചെയ്യണം? ഇങ്ങനെ ചെയ്യണം. ഈ അടവൊക്കെ ഇവരെപ്പോ പഠിച്ചടേ? ഇത് അടവല്ല, ബ്രേക്ക് ഇട്ടപ്പോ കൈവിട്ട് പോയതാണ്. ആ അവിശ്വാസികൾ ഖുറൈശി കൂട്ടമാണ്, അറബികളാണ്, റസൂലിനെ കൊല്ലാൻ വന്നവരാണ്. അതെടുത്തിട്ട് ആ അവിശ്വാസികൾ ഇവിടുത്തെ ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് എത്ര കാലമായി ഈ ഗുരുമൂർത്തി ഈ പച്ച തോന്നിവാസം വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട്? അതൊന്നോട് അവസാനിപ്പിക്കുക. മറ്റുള്ള കാർഗിൽ യുദ്ധം ഉണ്ടായിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് എന്താ സംശയം? പിറന്ന മണ്ണിന് വേണ്ടി പ്രാർത്ഥിക്കാത്തവൻ മുസൽമാനല്ല, പിറന്ന മണ്ണിനെ സ്നേഹിക്കാത്തവൻ എന്റെ കുലത്തിൽ കാർഗിൽ പോരാളികൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനാ സംഗമം മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചതായി എന്റെ അറിവിലില്ല. ഞാൻ ഇത്ര സമയം ഷാഫി ചാലിയത്തെ കേട്ടിരുന്നത് ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു, ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പോ ഇറങ്ങിപ്പോകും എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ഇതാണ് ബായിസായണ്ണന്റെ കാര്യം. വെട്ടൊന്നും മുറി 2, എന്നിട്ട് ഒരു മുറി പുള്ളി താമസിക്കും, മറ്റേ മുറി വാടക കൊടുക്കും. അതുകൊണ്ടാണ് ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നത് ഇത്രയും സമയം. ഞങ്ങൾ നേരത്തെ ക്ഷണിച്ച ഒരു അതിഥിയോട് മാറി നിൽക്കാൻ പോലും പറയേണ്ടി വന്നു. ചെറിയ മക്കളുമായി ഷാഫി ചാലിയം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. എന്ത് മനസ്സിലാക്കുന്നു അതിൽ നിന്ന്? ഇനി എന്റെ ഒരു കൂന്തളിക്കലുണ്ട്. അതായത് ജനാധിപത്യ സംവിധാനങ്ങൾ, അതിന്റെ മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോക്കറ്റിൽ നിന്ന് മറ്റേ പുസ്തകം ഉണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ, അതിങ്ങനെ പൊക്കി കാണിക്കുന്ന പാർട്ടിയുടെ മുതലാളി. ഇങ്ങനെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ കൊണ്ടു നടക്കുന്നത് എന്താണ്? അത് ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധതയാണ് എന്നും കൂടിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവനെയൊക്കെ നന്നാക്കാൻ നോക്കുന്ന അണ്ടർവെയറിൽ നീലം മുക്കുന്ന വരെ പോലെ എന്നെ ആകെ കൂടി വിളിക്കുന്ന ചാനൽ അതിപ്പോ ജനൻ ടി വിയാണ്. ആ ജനൻ ടി വിയിൽ ഇനിയിപ്പോ മുസ്ലിം ലീഗുകാരും കൂടി വന്ന് എന്നെയും കൂടി ഇതേപോലെ വരരുത് എന്ന് കൂടി പറഞ്ഞു കഴിയും. ഇത് അവരുടെ ഒരു എന്താ പറയാ, ചർച്ചയിൽ പങ്കെടുക്കൽ ജിഹാദാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം നമ്മളെപ്പോലുള്ള ആളുകളോട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വരുന്നു. അത് വെച്ചുകൊണ്ട് ഇത് തടയുന്നു. ഇതാണ് അവിടെ കാണുന്നത്. സത്യത്തിൽ ഇത് ശരിയല്ല എന്നുള്ളതാണ് ചർച്ച ജിഹാദ്. അതാണ്
ഇനി ഇത് നമ്മൾ പുറത്തുനിന്ന് കേട്ടു, പറയാനുള്ള കാര്യങ്ങൾ പുറത്തുനിന്ന് നമ്മൾ കേട്ടിരുന്നു. എന്തുമാത്രം നുണയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ഇത് ഈ മദ്രസ ജീവികളെ പറ്റിക്കാൻ അത് ധാരാളമാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. മദ്രസ ജീവികളെ പറ്റിച്ച് ഇതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിന് മുസ്ലിം ലീഗ് എന്ന് പേരിട്ടിട്ട് എന്നിട്ട് നാട്ടുകാരെ വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് വോട്ട് പിടിക്കുന്നതിന്റെ പേരിൽ. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഇതിവിടെ നടക്കുന്നു. അപ്പൊ അത് വരുമ്പോ അതിന് മറുപടി വരുന്ന ആളുകൾ ഇവിടെ ഉണ്ടാകുമ്പോ അവരെ ചർച്ചയിൽ നിന്നും തടയാനും കൂടി അവർ മുന്നോട്ട് വരികയാണ്. എന്നിട്ട് അവർ പറയുന്നത്, അവർ സ്വയം വിളിക്കുന്നത് അവരാണ് വിമൽകുമാർ, നമ്മളുടെ ജനാധിപത്യത്തിന്റെ സംരക്ഷകർ എന്നാണ് ഇപ്പൊ അവർ സ്വയം വിളിക്കുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്തിനാ ഞാൻ എന്നെ തന്നെ വെറുതെ ഇങ്ങനെ പൊക്കി പറയണേ? ഇതിൽ പരം നാണക്കേടും ഈ ഇരട്ടത്താപ്പും ഈ ജിഹാദി തരവും വേറെ എന്താ ഉള്ളതെന്നാണ് നമ്മൾ ചോദിച്ചത്. മുന്നേ ഒരു ചർച്ചയിൽ ഇദ്ദേഹത്തെ നമ്മൾ പച്ചയ്ക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട്, ഒരു ജിഹാദി തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വീണ്ടും തെളിയാണ്. ജനാധിപത്യ സംവിധാനങ്ങളുടെ തങ്ങളുടെ മതപരമായിട്ടുള്ള സാധനങ്ങൾ വളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, അതിനെ ചവിട്ടുപടിയാക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാനെ, ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് അനുവദിക്കാൻ പാടില്ല. മുസ്ലിം ലീഗ് മാത്രമല്ല, ഇന്നിപ്പോ നമ്മുടെ നാട്ടില് ഈ ഹമാസിന്റെ നേതാക്കളെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്താണ്? ഒരേ ഒരു കാരണം, അത് ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന അതൊരു തീവ്രവാദ സംഘടനയാണ് എന്ന് പ്രഖ്യാപിച്ച് ഒരു നിലപാടെടുക്കുന്നതിൽ ഇവിടുത്തെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? ഇതെന്നോ നമ്മൾ പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു അനിൽ നമ്പ്യാരുമായിട്ട് ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്ന അന്ന് മുതൽ നമ്മൾ പറയുന്ന കാര്യം, 2023 മുതൽ ഇത് തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തെല്ലാം സംഭവിക്കും? സംഭവിക്കുന്നതിന്റെ കാരണങ്ങൾ നമ്മൾ അന്ന് പറഞ്ഞത്, കൂടുതൽ മുസ്ലിങ്ങൾ തീവ്രവാദികളായിട്ട് മാറും, കൂടുതൽ മുസ്ലിങ്ങൾക്ക് തീവ്രവാദ പ്രവർത്തനത്തിന്റെ രുചി അറിയാൻ കഴിയും, കൂടുതൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തീവ്രവാദ പ്രവർത്തനം അല്ലെങ്കിൽ അത്തരം റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ആളുകളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുമ്പോൾ അവർ പതിയെ പതിയെ ഇത് നോർമലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇതൊന്നും ഇത്ര വലിയ സംഭവമല്ല. ഇനി ഇതിനെതിരെ പറയുന്ന ആളുകൾ മുഴുവൻ മറ്റ് ചാപ്പകൾ, സംഘിച്ചാപ്പ അതല്ലെങ്കിൽ മറ്റ് പല ചാപ്പകളും കൊടുത്തുകൊണ്ട്, മറ്റ് പല ചാപ്പയൊന്നുമില്ല, സംഘിച്ചാപ്പ മാത്രമേ ഉള്ളൂ, അത് കൊടുത്തുകൊണ്ട് അവരെ ഒതുക്കുന്നു. മനുഷ്യൻ ഇത്രക്ക് ചീപ്പാവരുത്. അതെ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. മനുഷ്യനാണല്ലേ ഇത്രക്ക് ചീപ്പാൻ പാടില്ല. അങ്ങനെ ഒതുക്കി ഈ വിഷയത്തെ എതിര് പറയുന്ന ആളുകളെയും നിശബ്ദരാക്കി കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണ്? അത് ഈ മത തീവ്രവാദികൾ അല്ലെങ്കിൽ മതരാഷ്ട്രവാദികൾ. അവരുടെ ലക്ഷ്യം അത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഈ മോഡറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ നിഷ്കളങ്കരായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്ത വെറും മദ്രസ ജീവികളായിട്ടുള്ള ആളുകളെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു. കള്ളൻ കുറെ നുണ പറയാനും നീയൊക്കെ ഇത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് തടയണമെങ്കിൽ എന്താ വഴി? ഈ തരം സംഘടനകളെ നമ്മൾ കൃത്യമായിട്ട് അവിടെ വരച്ചിടണം. ഇത് തീവ്രവാദ സംഘടനയാണ്. ഏതുപോലെ പോപ്പുലർ ഫ്രണ്ടിനെ ചെയ്തതുപോലെ നമ്മൾ അന്നും പറയുന്നത് അത് തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് എന്തുകൊണ്ട് നന്നായി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അത് ചെയ്തതുകൊണ്ട് മാത്രമാണ്. അവരുടെ ആക്ടിവിറ്റീസ് അത് എത്ര മുന്തിയ സാധനമാണെങ്കിലും അവര്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. അതായത് അവരിടുന്ന പേരുകൾ എന്താണ്? വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ എന്താണ് ഐഡിയൽ സോളിഡാരിറ്റി, ഐഡിയൽ വേൾഡ്, അങ്ങനെ അങ്ങനെ ഈ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഇട്ട് കഴിയും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്തോ വളരെ എന്താണ് സ്വച്ഛ ശാന്ത സുന്ദരമായ എന്തോ സാധനമാണെന്ന് നമ്മൾ ധരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിൽ മത തീവ്രതയും മത രാഷ്ട്രവാദമാണ് ഒളിപ്പിച്ചു കിടത്തുന്നത്. അപ്പോ ആ ഒരു സംഗതി അങ്ങനെയല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം എന്താണ്? ഇതിന്റെ എല്ലാം കാരണക്കാരായിട്ടുള്ള ആ സംഘടനയെ ഒറ്റയടിക്ക് ബാൻ ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ഷാഫി ചാലി പറഞ്ഞ ഏതെങ്കിലും ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. ആ ചെയ്തതിന്റെ പേരിലാണല്ലോ അതിനെ സപ്പോർട്ട് ചെയ്തു എന്നതിന്റെ പേരിൽ ഒരു PhD കാരിയായ ഒരു ഇന്ത്യൻ സ്വദേശിയായിട്ടുള്ള ഒരാളെ അവിടെ നാട് കടത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അവര് നാട് വിട്ട് സ്വയം ഓടേണ്ടി വന്നത് എന്തിനാണ്? ഈ പറയുന്ന ഹമാസിനെ പിന്തുണച്ചു എന്നതിന്റെ പേരിലാണ്. അപ്പോ അവിടെ US അത് എന്താണ് പ്രോസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ടെറർ ഓർഗനൈസേഷൻ ആണ് ഹമാസ്. കാനഡയിൽ അങ്ങനെയാണ്, അതുകൂടാതെ മറ്റു പല സ്ഥലങ്ങളിലും അങ്ങനെയാണ്, UK അങ്ങനെയാണ്, ഓസ്ട്രേലിയയിൽ അങ്ങനെയാണ്, ജപ്പാനിൽ അങ്ങനെയാണ്, പല രാജ്യങ്ങളും അത് ചെയ്തു വെച്ചിരിക്കുന്നു. ഇവിടെ പറയുന്നത് അവിടെ ഇനിയിപ്പോ ആരും തന്നെ തീവ്രവാദ സംഘടനയായിട്ട് പറഞ്ഞിട്ടില്ല എന്നും കൂട്ടാ. എന്നാലും അവർ ചെയ്യുന്ന ആക്ടിവിറ്റി വെച്ചിട്ട് അത് തീവ്രവാദ സംഘടനയാണോ അല്ലയോ അല്ലെങ്കിൽ തീവ്രവാദമാണോ അല്ലയോ വ്യാജ വീഡിയോകളാണെന്നാണല്ലോ ഷാഫി ചാലിയത്തിന്റെ വാദം. അതെ, അദ്ദേഹം പറഞ്ഞു എല്ലാം വ്യാജ വീഡിയോ ആണെന്ന്. തെളിവ് ഹാജരാക്കാൻ പറഞ്ഞു. അതുപോലെ പല സംഗതികൾ പറഞ്ഞിട്ട് UN-ന്റെ അടുത്ത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ് ആൾ ഇവിടെ വെച്ച് വിളമ്പ് കാച്ചിപ്പോയത്. നോണ പറച്ചിലല്ലേ തന്റെ തൊഴിൽ തന്നെ. എനിക്ക് അദ്ദേഹത്തോടും കൂടി ചേർത്ത് പറയാനുള്ളത്, തെളിവ് ഹാജരാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോ ഹോസ്റ്റേഴ്സ് ആയിട്ട് പിടിച്ചുകൊണ്ട് പോയ ആളുകൾ തിരിച്ചു വന്നതിന് ശേഷം അവർ നേരിട്ട് UN-ലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും വേദികളിലും ചെന്ന് അവർ കാര്യങ്ങൾ പറയുകയും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നത്. രണ്ട്, അതല്ലാതെ തന്നെ അതിന് മുന്നേ ഉള്ള മെഡിക്കൽ സഹായം കൊടുത്തു. മാത്രമല്ല വരുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടാണ് പറയുന്നത്. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ജോസഫ് മാർക്ക് കൈയും കാലും വെട്ടിയെടുത്തതിന് ശേഷം ചോര കൊടുത്തു എന്ന് പറയുന്നതിന് അത്രേ ഉള്ളൂ അതിന്റെയൊക്കെ വാല്യൂ. അറിയാവുന്ന പോലെ സാർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്നെ കഷ്ടല്ലേ
കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഇത് തീവ്രവാദികൾ പറയുമ്പോൾ ഇത് ഏറ്റെടുക്കുന്ന ആളുകളായിട്ട് ഇവിടുത്തെ മുസ്ലിം ലീഗ് വരുമ്പോൾ ഈ മുസ്ലിം ലീഗും ഈ തീവ്രവാദ സംഘടനകളും തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദ സംഘടന തന്നെയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇവര് പറഞ്ഞല്ലോ നേരിട്ട് കണ്ടറിഞ്ഞ്, ഞാനും നേരിട്ട് കണ്ടറിഞ്ഞ ആളാണ്. ഈ പറയുന്ന ഇസ്രായേലിൽ ഞാൻ പോയിട്ടുള്ളതാണ്. ഈ കിബിറ്റ്സുകളിൽ അവിടെ ഈ ഹമാസ് തീവ്രവാദികൾ വന്ന് ആക്രമിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളുമായിട്ട് നേരിട്ട് സംസാരിച്ച ആളാണ് ഞാൻ. അവർ നേരിട്ട് നമ്മളോട് പറഞ്ഞ വീഡിയോ ഇപ്പോഴും എന്റെ ചാനലിൽ കിടപ്പുണ്ട്. എന്താ അവർ പറഞ്ഞത്? ആ ആക്രമിക്കാൻ വന്ന കൂട്ടത്തിൽ ഈ തീവ്രവാദികളോടൊപ്പം കുട്ടികളുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു. അവരായിരുന്നു അവർക്ക് പശ്ചാത്തല സൗകര്യവും പിൻബലവും കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് ഇവർ കൊള്ള മുതൽ അവിടുന്ന് പിടിച്ചുകൊണ്ട് വരും, പെൺകുട്ടികളെ കെട്ടിയിട്ട് കൊണ്ടുവരും. എന്നിട്ട് അത് ഈ ഒരു വീട്ടിൽ കൊണ്ട് കിബിറ്റ്സ് നിറോസ് എന്ന് പറയുന്ന ആ കിബിറ്റ്സിൽ ഇവരുടെ വീട്ടിൽ സബിതയും അതുപോലെ മീരയും ജീവിച്ചിരുന്ന ആ കിബിറ്റ്സിൽ കൊണ്ടുവന്നിടുമ്പോ ആ സ്ഥലത്ത് അവിടെ കുട്ടികൾ വരുന്നു, അവിടെ സ്ത്രീകൾ വരുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, അവർ ഒച്ചയും പാട്ടും കേൾക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവരെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെയും ഇവർ കേട്ടത് എന്താണ്? ആർപ്പ് വിളികള്, സന്തോഷം, അള്ളാഹു അക്ബർ വിളി. ആരാ വിളിക്കുന്നത്? അവിടുത്തെ കുട്ടികൾ, അവിടുത്തെ സ്ത്രീകള്. ഇത് അവിടെ സംഭവിച്ച കാര്യമല്ലേ? അപ്പൊ ഇത് നമ്മൾ പറയുമ്പോൾ അവർ എടുക്കില്ല, അവർ പറയണ മാത്രം എടുക്കാൻ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് പള്ളി പറഞ്ഞാൽ മതി. അടുത്ത വെള്ളിയാഴ്ച വരുന്നുണ്ടല്ലോ, അന്ന് പോയി പറഞ്ഞോട്ടെ. അല്ലാതെ ഇതുപോലുള്ള സംഗതികളൊന്നും പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കാമെന്ന ആ തെറ്റിദ്ധാരണ ഷാഫി ചാലിയത്തിന് ഉണ്ടെങ്കിൽ അത് മടക്കി 10 മടക്കി കൈവച്ചാൽ മതി. ആ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പറയുമ്പോൾ തിരിച്ച് മറുപടി ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് നമ്മളെ പോലുള്ള ആളുകൾ വരുമെന്ന് മനസ്സിലാക്കിയിട്ട് അയാളുണ്ടെങ്കിൽ ഞാനുണ്ടാവില്ല, ആരിഫ് ഉണ്ടെങ്കിൽ ഞാനുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മുങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അതേ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അല്ലാതെ നേർക്ക് നേരെ നിന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾ വീണ്ടും ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിനുള്ള ഉറപ്പ് ഒരു സാധനത്തിന് പോലും ഇല്ല എന്നും കൂടി നിങ്ങളോട് തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഷാഫി ചാലിയത്തിനൊക്കെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഇതുപോലെ പറഞ്ഞു വെക്കുന്ന ഈ ഹമാസ് തീവ്രവാദികളെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ നേർക്ക് നേരെ വന്നിരുന്ന് നമ്മളോട് സംസാരിക്കും. എന്താണ് അവർ ചെയ്ത തീവ്രവാദ പ്രവർത്തനം എന്ന് അതിന്റെ തെളിവുകൾ വെച്ച് നമ്മൾ പറഞ്ഞുതരും. ഇനി എല്ലാം പോട്ടെ, ഇനിയിപ്പോ തീവ്രവാദ പ്രവർത്തനം ഒന്നും നടത്തിയില്ല, അവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണെന്ന് പറയുന്നത്. ഏത് കോപ്പിലെ സ്വാതന്ത്ര്യ സമരം എന്നാണ് ഞാൻ ചോദിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരം? അവിടെ ഭരിച്ചോണ്ട് അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിന് നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള സംഗതിയാണ് അവരിവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ ചെയ്ത്. മുസ്ലിം ലീഗാണ് രാജ്യം പിളർത്തി പാകിസ്ഥാൻ ഉണ്ടാക്കി പോയത്. അതാണ് അപ്പൊ ഇസ്ലാമിക രാജ്യം. അവരെ പോയിന്റ് ശരിയാ. അതെ, അത് ഞാൻ പറഞ്ഞു വന്നത് തന്നെയാണ്. അതായത് ഏത് കോപ്പിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ ജൂതരാഷ്ട്രം പാടില്ല, റിവോൾട്ട് ഫ്രീ, പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ് അവിടെ ഒളിച്ചു കിടത്തുന്നത് യഥാർത്ഥത്തിൽ ജൂത ഉന്മൂലനമാണ്. അത് ജൂസിന്റെ ജനോസൈഡാണ്. അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷന് വേണ്ടി അവർ ഒരുമിച്ച് നിന്നതിന്റെ ഒരു തെളിവുകൾ എങ്കിലും കൊണ്ടുവരാം. അവരുടെ ചാർട്ടറിൽ പോലും എഴുതി വെച്ചിരിക്കുന്നത് ഇസ്രായേൽ വിൽ ബി അനൈലേറ്റഡ്, ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇസ്രായേൽ എന്ന് തന്നെയാണ് എഴുതി വെച്ചത്. ഇസ്ലാം തന്നെയാണ് അവിടെ പറഞ്ഞു വെച്ചത്, ഹമാസ് എന്നല്ല. അപ്പൊ അവിടെ പറഞ്ഞു വെക്കുന്നത് മതം തന്നെയാണ്. മതമാണ് ഇതിന് ഒരു വലിയ പ്രശ്നമായിട്ട് വിലങ്ങേറിയിട്ട് മാറി. ഇതൊക്കെ നമ്മൾ പറഞ്ഞു തേഞ്ഞ കാര്യമാണ്. പക്ഷെ ഇതൊന്നും അറിയാത്ത മാതിരി വീണ്ടും നിങ്ങൾ മദ്രസ നിലവാരത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളോട് മറിച്ച് തിരിച്ച് നമുക്ക് പറയാനുള്ളത് ഇതേ മദ്രസ നിലവാരത്തിലുള്ള കാര്യം തന്നെയായിരിക്കും. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? ഇന്ത്യയിൽ നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാവുമ്പോൾ നിങ്ങൾ മതേതരനാണ് എന്ന് കാണിക്കാൻ എന്താ വേണ്ടത്? നിങ്ങൾ ഹിന്ദുവിനെ കുറ്റം പറയാ, ഹിന്ദു ആചാരങ്ങളെ തള്ളി പറയാ. നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങളൊരു പുരോഗമനവാദിയാണെന്ന് കാണിക്കാനും എളുപ്പം അതാണ്. അതേസമയം നിങ്ങൾ വളരെയധികം മാനവിക മൂല്യവും അതുപോലെ മതസ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന ആളാണെന്ന് കാണിക്കാൻ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? അത് ഇസ്ലാമിനെ ചേർത്ത് പിടിക്കുക. അതായത് നിങ്ങൾ പുരോഗമനവാദിയാകാൻ നിങ്ങൾ ഒപ്പോസ് ഹിന്ദുയിസം, നിങ്ങൾ മതേതരനാകാൻ അപ്പീസ് ഇസ്ലാം. ഇത്രയേ ഉള്ളൂ അതിനകത്ത് വരുന്നത്. തുടങ്ങി വെച്ച് നമ്മുടെ ഫാദർ ദിനേശനാണ്. നമ്മുടെ ഗാന്ധി തുടങ്ങി വെച്ചൊരു പാരമ്പര്യമാണത്. ഇസ്ലാമിനെ ചേർത്ത് നവഖാലിയിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെടുന്ന സമയത്ത് ഗാന്ധിജി പറഞ്ഞത് നിങ്ങൾ എല്ലാം മൗനമായി സഹിക്കുക. അവർ നമ്മളെ റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകളോട് പറയുന്നത് നിങ്ങൾക്ക് അവരോട് ക്ഷമിക്കുക എന്നാണ്. എന്തല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ഭീകരവാദത്തെ വളരെയധികം വെള്ളപൂശിയതിൽ കോൺഗ്രസ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഹിന്ദുക്കളെ സത്യം പറഞ്ഞാൽ പ്രതികരണമില്ലാത്ത വിഡ്ഢികളാക്കി മാറ്റിയത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ്. കുടുംബം കുളം തോന്നുന്ന തീരുമാനമല്ല മാറ്റേ. മതപരമായ കോൺഫ്ലിക്റ്റ് ആയതുകൊണ്ടാണ് ഇത് മാറ്റമില്ലാതെ തുടരുന്നത്. ഈ ക്രൂരതയെല്ലാം കാണിക്കുന്നത് ഒരു മതപരമായ കോൺഫ്ലിക്റ്റ് ആണ്. അതിനെ അങ്ങനെ വായിക്കരുത് എന്ന് പറയുന്നവർ 2 പേരാണ്. ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും 2 ഇസ്ലാമിസ്റ്റുകളും. അതാ പ്രകൃതം, എന്താ ചെയ്യാ, ഒരു ജന്മം. ഈ 2 കൂട്ടർക്കും ഏക ലക്ഷ്യമാണ്. ഇവർ 2 പേരും ഏതോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇവർ മീറ്റ് ചെയ്യുന്നുണ്ട്. അത് അപകടകരമായ ഒരു മീറ്റിംഗ് ആണ്.
അതായത് ഇവിടെ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കാൻ പാകത്തിനുള്ള ഒരു വളരെ വലിയ സമൂഹം ഇവിടെ ഉണ്ട്. അതിലൊരു വലിയ പങ്ക് ഇവിടുത്തെ ഈ സമാധാനപ്രിയരായ ദേശത്തെ സ്നേഹിക്കുന്ന മതത്തിന് അതീതമായിട്ട് ചിന്തിക്കുന്ന സെക്യുലർ ആയിട്ടുള്ള ഹിന്ദു മതവിശ്വാസികൾ തന്നെയാണ്. രണ്ടാമത് അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എക്സ് മുസ്ലിങ്ങളെ പോലെയുള്ള മറ്റു ഒരുപാട് ആളുകൾ മതത്തിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇത് രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഇതൊരു വലിയൊരു ഒരു സമൂഹമായിട്ട് മാറുകയും ഈ തീവ്രവാദത്തെ നമുക്ക് മാറ്റി നിർത്തി ഇതിനെ ഒറ്റപ്പെടുത്താനും നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു സാധിക്കുന്ന ഒരു വലിയൊരു നാട് അത് ലോകത്തുണ്ടെങ്കിൽ അത് ഇന്ത്യ മാത്രമായിരിക്കുന്നതാണ്. അതിന് കേന്ദ്രത്തിന്റെ ഇടപെടൽ വളരെ ആവശ്യമായിട്ടുള്ള സമയമാണ്. അതാണ് കാരണം നിങ്ങളെ പോലെയുള്ള ഹമാസിനെ ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കുക. പ്രഖ്യാപിച്ചാൽ മാത്രം മതി, ബാക്കിയൊക്കെ छाती से